എക്സാമിന് മുന്നേ മൾട്ടിപ്ലിക്കേഷൻ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ വരെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അതിൽ ആ പ്രോബ്ലം ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടില്ലല്ലോ ചെയ്യാൻ? നമുക്കവിടെ വേർഡ് പ്രോബ്ലംസ് കുറച്ചുണ്ട്, അത് പെട്ടെന്ന് നോക്കാം. അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വേർഡ് പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷന് ചെയ്യാനുള്ളത്. പേജ് നമ്പർ 95 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 95 എക്സൈസ് 3.2ന്റെ താഴെ വേർഡ് പ്രോബ്ലംസ് ഓൺ മൾട്ടിപ്ലിക്കേഷൻ എന്ന് കണ്ടോ? അതിൽ എക്സാമ്പിൾ 1. In a school there are 35 students in each section. If there are 65 sections, how many students are there in the school? Question മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. In a school there are 35 students in each section. If there are 65 sections, how many students are there in the school? ഒരു സ്കൂളില് കുറെ സെക്ഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട് കുട്ടികളെ. അങ്ങനെ ഓരോ സെക്ഷനിലും 35 സ്റ്റുഡൻസ് വീതമുണ്ട്. ഒരു സെക്ഷനില് 35 സ്റ്റുഡൻസ് വീതമുണ്ട്. അങ്ങനെയുള്ള 65 സെക്ഷൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? അതായത് ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ തന്നെ പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, യെല്ലോ ഗ്രൂപ്പ്സ് ഉണ്ട്, ബ്ലൂ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രീൻ ഉണ്ടോ, റെഡ് ഉണ്ട്, 3 ഗ്രൂപ്പ് ഇല്ലേ? ഇല്ലേ? ഹൗസിലെ 3 ഹൗസ് ഇല്ലേ? അപ്പോ ഈ 3 എണ്ണത്തിലും ഓരോന്നിലും ഒരു 100 സ്റ്റുഡൻസ് വീതം ഉണ്ടെങ്കിൽ 3 എണ്ണത്തിലും കൂടി എത്ര ഉണ്ടാവും? 3 into 100 അല്ലേ? ഇപ്പൊ ബ്ലൂ ഗ്രൂപ്പിൽ 100 സ്റ്റുഡൻസ് ഉണ്ട്, റെഡ് ഗ്രൂപ്പിൽ 100 സ്റ്റുഡൻസ് ഉണ്ട്, യെല്ലോ ഗ്രൂപ്പിൽ 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? 3 into 100 300 അല്ലേ? അതേപോലെ ഇവിടെ ഓരോ സെക്ഷനിലും 35 കുട്ടികളെ വീതമുണ്ട്. അങ്ങനെയുള്ള 65 സെക്ഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടാവും? 35 into 65. അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. 35 into 65 ആൻസർ 2275. ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ലേ? Okay, then second question. Bags containing potatoes are placed in 4 rows. Each row has 24 bags. Each bag contains 125 kilograms of potatoes. ഇത് പറഞ്ഞു തന്നതാണോ? No. Okay. എന്നാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വേറെ ഏതോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. Okay, bags containing potatoes are placed in 4 rows. Each row has 24 bags. Each bag contains 125 kilogram of potatoes. What is the total weight of the potatoes in the bags? പലതും മനസ്സിലായോ ക്വസ്റ്റ്യൻ? മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, ഒന്നുകൂടി വായിച്ചു തരാം. Bags containing potatoes are placed in 4 rows. Each row has 24 bags. Each bag contains 125 kilogram of potatoes. What is the total weight of the potatoes in the bag? അതായത് ഇവിടെ ശ്രദ്ധിച്ചോ, പൊട്ടറ്റോസ് നിറച്ച കുറെ ബാഗ്സ് ഉണ്ട്, കുറെ ചാക്ക് ഇട്ട് പൊട്ടറ്റോ നിറച്ചിട്ടില്ലേ. അത് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 4 rows. റോ
എന്ന് വെച്ചാല് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, അങ്ങനെ 4 റോസില് പൊട്ടറ്റോസ് നിറച്ചിട്ടുള്ള ബാഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര റോസ് ഉണ്ട്? 4 റോസ്. ഓരോ റോസിലും എത്ര ബാഗ് വീതമുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? ക്വസ്റ്റ്യൻ നോക്കിയേ. ഈച്ച് റോ ഹാസ് 24 ബാഗ്സ്. 24 ബാഗ്സ് ഓരോ റോസിലും ഉണ്ട്. 24 ബാഗ്സ്. അങ്ങനെ ഈ 4 റോയിലും 24 ബാഗ്സ് വീതമുണ്ട്. ഓക്കെ, ഓക്കെ, 4 റോസിലും 24 ബാഗ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ബാഗ്സ് ഉണ്ടാവും? ഒരു റോയില് 24 ബാഗ്സ്. അപ്പൊ ടോട്ടൽ ബാഗ്സ് എത്രയായിരിക്കും? ടോട്ടൽ ബാഗ്സ് ഈസ് ഈക്വൽ ടു 4 into 24 അല്ലേ? 4 into 24 അല്ലേ? എത്ര? 4 into 24 is equal to 4 into 4 16, remaining 1. 4 into 8, sorry, 4 into 2 8, 8 plus 1 9. Total 96 bags ഉണ്ട് പൊട്ടറ്റോസ് നിറച്ചിട്ടുള്ളത്. ഒരു റോയിൽ 24 ബാഗ്സ്, 2 റോ ആകുമ്പോൾ 48 ബാഗ്സ്, 3 റോ ആകുമ്പോൾ എത്രയാവും? 62 ബാഗ്സ്. 62 ആണോ? 72 ബാഗ്സ്. 4 റോ ആകുമ്പോൾ 96 ബാഗ്സ്. അതാണ് 4 into 24. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഒരു ബാഗിന്റെ വെയിറ്റ് എത്രയാ? വെയിറ്റ് ഓഫ് 1 bag is equal to 125 kilogram. 125 kilogram. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? ടോട്ടൽ ബാഗ്സിന്റെ എണ്ണം 96. ടോട്ടൽ വെയിറ്റ് ഓഫ് 1 bag, ഒരു ബാഗിന്റെ വെയിറ്റ് 125 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 96 into 125. ആൻസർ 12,000. മനസ്സിലായോ? ടെക്സ്റ്റിൽ വേറൊരു മെത്തേഡാ കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റെപ്സ് ഒന്ന് നോക്കിയേ. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് number of rows is equal to 4. Number of bags in one row is equal to 24. അപ്പോൾ total number of bags in 4 rows is equal to 24 into 4. അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ടില്ല. 24 into 4 അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. Weight of potatoes in 1 bag is equal to 125. Then total weight of potatoes in 24 into 4 bags is equal to 124 into 24 into 4. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഏതാ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാന്നുള്ള അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് ആദ്യം ഗ്രൂപ്പ് ചെയ്ത ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത് 125 into 4. 125നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 500 എന്ന് ആൻസർ കിട്ടും. 500നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12,000 എന്ന് ആൻസർ കിട്ടും. നമ്മൾ ചെയ്തതും ഇത് ചെയ്തതും വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റെപ്സിൽ കുറച്ച് വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ആൻസർ ഈസ് 12,000 കിലോഗ്രാം. ഓക്കെ,
Next page number 96. Page number 96. One minute. Okay. Page number 96, example 3. A glass paperweight weighs 145 gram. A stone paperweight weighs 215 gram. If there are 52 glass paperweights and 124 stone paperweights in an office, what is the total weight of the paperweights? ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു വേർഡ് പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താണെന്നറിയോ? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഗ്ലാസ് പേപ്പർ വെയിറ്റിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ഇതില് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ഒരു ഗ്ലാസ് പേപ്പർ വെയിറ്റ് അറിയില്ലേ? പേപ്പർ പാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മേലെ വെക്കുന്ന സാധനം. ഒരു ഗ്ലാസിന്റെ പേപ്പർ വെയിറ്റിന് 145 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഒരു സ്റ്റോൺ പേപ്പർ വെയിറ്റ്, നിങ്ങൾ ഈ നല്ല ഷേപ്പുള്ള കല്ലൊക്കെ പേപ്പർ വെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കണ്ടിട്ടില്ലേ? പെയിന്റ് ഒക്കെ കൊടുത്തിട്ട്. അങ്ങനെയുള്ള സ്റ്റോണിന്റെ പേപ്പർ വെയിറ്റിന് 215 ഗ്രാം വെയിറ്റ് ഉണ്ട്. ഒരു ഓഫീസിൽ 52 ഗ്ലാസ് പേപ്പർ വെയിറ്റും 124 സ്റ്റോൺ പേപ്പർ വെയിറ്റും ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ വെയിറ്റ് ഓഫ് പേപ്പർ വെയിറ്റ്? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം എഴുതാം. അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ. വെയിറ്റ് ഓഫ് 1 ഗ്ലാസ് പേപ്പർ വെയിറ്റ് ആദ്യം തന്നിരിക്കുന്നത് എ ഗ്ലാസ് പേപ്പർ വെയിറ്റ് വെയ്സ് 145 ഗ്രാം എന്നല്ലേ? അപ്പൊ അത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എഴുതാം. വെയിറ്റ് ഓഫ് 1 ഗ്ലാസ് പേപ്പർ വെയിറ്റ് ഈസ് ഈക്വൽ ടു 145. ദെൻ സെക്കൻഡ് ഏതാണ് തന്നിരിക്കുന്നത്? എ സ്റ്റോൺ, അതിന്റെ നമ്പർ തന്നിട്ടുണ്ട്. ഗ്ലാസ് പേപ്പർ വെയിറ്റ് എത്ര എണ്ണം ഉണ്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഗ്ലാസ് പേപ്പർ വെയിറ്റ് ഈസ് ഈക്വൽ ടു 52. അടുത്തത് അതിന്റെ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? 52 ഗ്ലാസ് പേപ്പർ വെയിറ്റിന്റെ ടോട്ടൽ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 145 into 52, that is equal to 7540 gram. അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് ചെയ്തു തരാത്ത കേട്ടോ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് വെയിറ്റ് ഓഫ് 1 സ്റ്റോൺ പേപ്പർ വെയിറ്റ്. സ്റ്റോൺ പേപ്പർ വെയിറ്റിന്റെ വെയിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 215. അങ്ങനെയുള്ള എത്ര സ്റ്റോൺ പേപ്പർ വെയിറ്റ് ഉണ്ട് ഇവിടെ? 124. That is number of stone paper weight is equal to 124. അപ്പൊ ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? ടോട്ടൽ വെയിറ്റ് ഓഫ് 124 stone paper weight is equal to 215 into 124. That is equal to 26,660 gram. അപ്പോൾ ഗ്ലാസ് പേപ്പർ വെയിറ്റിന്റെ ടോട്ടൽ വെയിറ്റും കിട്ടി, സ്റ്റോൺ പേപ്പർ വെയിറ്റിന്റെ ടോട്ടൽ വെയിറ്റും കിട്ടി. ഇനി ടോട്ടൽ പേപ്പർ വെയിറ്റിന്റെ വെയിറ്റ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. എത്രയായിരിക്കും ടോട്ടൽ? ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ പേപ്പർ വെയിറ്റ്സ് ഈസ് ഈക്വൽ ടു 7540 പ്ലസ് 26,660. ദാറ്റ് ഈസ് ഈക്വൽ ടു 34,200 gram. 34,200 gram. 34,200 gram എന്ന് പറയുന്നത് 34 kilogram 200 gram. കൺവേർട്ട് ചെയ്യാൻ അറിയോ? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയോ? പഠിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. 34,200 gram എന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. കാരണം തന്നിരിക്കുന്ന വെയിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഗ്രാമിലാണ്, അതുകൊണ്ട് ഗ്രാമിൽ തന്നെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഇനി എക്സസൈസ് 3.3. ഇത് മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ആരും റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നേ? അതിൽ ഉറക്കം വരുന്നുണ്ടോ? മുഹമ്മദ് എന്താ വീഡിയോ ഓൺ ചെയ്യാത്തെ?
ഓക്കെ, അടുത്ത എക്സസൈസ് 3.3 ഒരു 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടി ചെയ്ത് നോക്കിയാലോ? നോക്കാം. Okay, first one, Neeti learns the spelling of 38 words every week. How many spellings will she learn in 52 weeks? First question, Neeti learns the spelling of 38 English words every week. How many spellings will she learn in 52 weeks? നീതി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരാഴ്ചയിൽ ഒരു വീക്കില് 38 ഇംഗ്ലീഷ് വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കും. നിങ്ങൾ പഠിക്കുമോ? അങ്ങനെ നിങ്ങൾ പഠിക്കുമോ? ഇല്ല, നമ്മളെ കൊണ്ട് അതൊന്നും പറ്റൂല അല്ലെ. ഓക്കെ, ഒരു കുട്ടി ഒരാഴ്ചയിൽ 38 വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 52 വീക്സ് കൊണ്ട് ആ കുട്ടി എത്ര വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിച്ചിട്ടുണ്ടാവും? 52 വീക്സ് എന്ന് പറഞ്ഞാൽ എത്രയായി? 4 വീക്സ് എന്ന് പറഞ്ഞാല് ഒരു മന്ത്. 52 വീക്സ് എന്ന് പറഞ്ഞാൽ എത്രയായി? എത്രയായി? ദിസ് 1 ഇയർ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കും? ആരാ പറയുന്നതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്? എഡ്വിൻ പറഞ്ഞു. 38 into 52. 38 into 52. അപ്പൊ അത് നിങ്ങൾ നോട്ടിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യുവോ? സ്റ്റെപ്സ് എഴുതിയിട്ട് ചെയ്യുവോ? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി, ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, 38 into 52. ക്വസ്റ്റ്യൻ എവിടെ എഴുതി വെച്ചോ. അങ്ങനെ ചെയ്യണ്ടേ. സ്റ്റെപ്സ് നിങ്ങൾ തന്നെ എഴുതണേ. നെക്സ്റ്റ്, സെക്കൻഡ് വൺ, there are 32 flowers in a bunch. If there are 314 bunches, how many flowers are there in all? Bunch എന്ന് വെച്ചാൽ എന്താ? ബഞ്ച്, PUNCH, ബഞ്ച്. എന്താ ഏഞ്ചലെ? പൂക്കൾ വെക്കുന്ന ബക്കറ്റാ? എന്താ? പൂക്കൾ വെക്കുന്ന ബക്കറ്റ്. പൂക്കൾ വെക്കുന്ന ബക്കറ്റ് ഒന്നുമല്ല. ബഞ്ച് എന്ന് വെച്ചാൽ പൂവിന്റെ കൊലയാ. പൂക്കൊല, കൊല കൊലയായിട്ട് കിടന്ന പൂവില്ലേ, അതിനെ ബഞ്ച് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒരു ബഞ്ചിൽ 32 ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇപ്പൊ കൊന്നപ്പൂവൊക്കെ കാണുന്നില്ലേ, ഒരു ബഞ്ച് കുറെ പൂവായിട്ട്. അങ്ങനെ ഒരു ബഞ്ചിൽ 32 ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലുള്ള 314 ബഞ്ചസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബഞ്ചില് എത്രയുണ്ട്? 32 ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ 32 ഫ്ലവേഴ്സ് ഉള്ള എത്ര ബെഞ്ച് ഉണ്ട്? 314. എങ്ങനെ കണ്ടുപിടിക്കും സായി കൃഷ്ണ? മിസ് അത് രണ്ടും ഗുണിച്ചാ മതില്ലേ? എന്തോ? അത് രണ്ടും ഗുണിച്ചാ മതില്ലേ മിസ്സേ? അത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി. ഏത് രണ്ടും കൂടി? 314 പിന്നെ 32. ഓക്കെ, വെരി ഗുഡ്. 314 into 32 ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ അതവിടെ ജസ്റ്റ് എഴുതി വെച്ചു, 314 into 32. അതിന്റെ സ്റ്റെപ്സ് എഴുതിയിട്ട് നിങ്ങൾ എഴുതുവോ? അതുൽ ഷഹബാസ് ഒന്ന് എഴുതി വെക്കുന്നില്ലേ എങ്ങനെ ചെയ്യേണ്ടത്? നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. 546 children have to be given 32 books each.
How many books are needed for all the children? 546 സ്റ്റുഡൻസിന് ഒരാൾക്ക് 32 ബുക്സ് വീതം കൊടുക്കണമെങ്കിൽ എത്ര ബുക്സ് വേണം? ഒരു സ്കൂളിൽ ബുക്ക് കൊടുക്കുന്നുണ്ട്, നോട്ട്ബുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 32 ബുക്ക് വെച്ചിട്ട് 546 ചിൽഡ്രൻസിന് കൊടുക്കാൻ എത്ര ബുക്ക് വേണ്ടി വരും? എത്ര ബുക്ക് വേണ്ടി വരും? ഷഹബാസ് പറഞ്ഞോ, ഷഹബാസ് കൈ ഉയർത്തുന്നുണ്ടല്ലോ, പറഞ്ഞോ. 314 32 ഗുണിച്ചാലായി. 314 32 അതൊക്കെ അല്ല, 546 546 32. ഓക്കെ. അപ്പൊ 546 into 32 ടോട്ടൽ നമ്പർ ഓഫ്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ. There are 45 rooms in a museum. ഇത് പറഞ്ഞതല്ലേ? മ്യൂസിയം ഒക്കെ പറഞ്ഞതാന്ന് തോന്നുന്നു. പറഞ്ഞില്ല? Okay. There are 45 rooms in a museum. Each room has 628 objects on display. How many objects are there in all? അപ്പൊ മ്യൂസിയം എന്ന് വെച്ചാൽ എന്താ അറിയോ? മ്യൂസിയം എന്താണ്? എന്താ മ്യൂസിയം? എന്താ ജോസി മ്യൂസിയം എന്ന് പറഞ്ഞാല്? എന്താ ജോസി മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല? ആർക്കാ അറിയുന്നേ മ്യൂസിയം എന്താന്ന്? ആദിത്യൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താ? ഹന്ന റോസ് പറഞ്ഞോ. പഴയ കാലത്തുള്ള നല്ല പുരാണ വസ്തുക്കളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. വിൽക്കുന്നതല്ല മോളെ, അത് എക്സിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തിനെയാണ് മ്യൂസിയം എന്ന് പറയുന്നത്. കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നു. കാണാൻ വേണ്ടി, ആൾക്കാർക്ക് കാണാൻ വേണ്ടി. അതായത് പുരാവസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം. ഓക്കെ. അപ്പൊ ഒരു മ്യൂസിയത്തില് പോയിട്ടുണ്ടോ ആരെങ്കിലും മ്യൂസിയം കാണാൻ വേണ്ടി? എഡ്വിൻ പോയിട്ടുണ്ട്. ഓക്കെ. നല്ല രസാട്ടോ കാണാൻ. കുറെ പഴയ സാധനങ്ങളൊക്കെ, അതായത് ഫോസിലൊക്കെ ഉണ്ടാവും. ഫോസിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഫോസിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയാം. എന്താ മുഹമ്മദ് ഫോസിൽ? മിസ്സേ, ഒരു ഇങ്ങനെ ഒരു പല്ലി കണക്കത്തെ ഒരു വലിയ രാക്ഷസന്റെ പല്ലി കണക്കത്തെ ഒരു സംഭവല്ലേ? എന്നെ ഞാൻ കണ്ടിനി. രാക്ഷസന്റെ പല്ല് കണക്കത്തെ സാധനം ഒന്നല്ലടാ. പണ്ടത്തെ ദിനോസറിന്റെ ഒക്കെ അസ്ഥികൂടം ഇല്ലേ, അതൊക്കെ കുഴിച്ചെടുത്തിട്ട് എക്സിബിറ്റ് ചെയ്യുന്നതിന് നമ്മള് ഫോസിൽ എന്ന് പറയുന്നത്. ഞാൻ കൊറേ ഫോസിലൊന്നും കിട്ടിയിട്ടുണ്ട്. കൊറേ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ഫോസിൽ അത് മാത്രല്ല, അസ്ഥികൂടം മാത്രല്ല, കുറെ ഫോസിൽസ് വേറെ തന്നെ ഉണ്ട്. കുറെ പഴക്കമുള്ള മരം, പിന്നെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എന്തിനു ഫോസിൽ എന്ന് പറയും. ഓക്കെ. അപ്പൊ അതൊക്കെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിനെയാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മ്യൂസിയത്തില് 45 റൂംസ് ഉണ്ട്. വലിയൊരു ബിൽഡിംഗ്, അതിൽ 45 റൂംസ് ഉണ്ട്. ഓരോ റൂംസിലും 628 ഒബ്ജക്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ റൂംസിലും 628 ഒബ്ജക്ട്സ്, വസ്തുക്കള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ആ മ്യൂസിയത്തിൽ ടോട്ടൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? 628 into 45 അല്ലേ? ഒരു റൂമിൽ 628 ഒബ്ജക്ട്സ് ഉണ്ട്. അതുപോലുള്ള 48 റൂംസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ടാവും? 628 into 45. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്റ്റെപ്സ് എഴുതിയിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കേട്ടോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ഡിവിഷൻ കൂടി കഴിഞ്ഞാല് ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം കേട്ടോ, വേഗം തീർക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഈ 4 പ്രോബ്ലത്തിന്റെ ആൻസർ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതിയിട്ട് എനിക്ക് ഇന്ന് തന്നെ അയച്ചു തരണേ, ആൻസർ കണ്ടുപിടിച്ചിട്ട്. ഓക്കെ, ഓക്കെ, അടുത്ത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി എത്രയും കൂടിയേ ഉള്ളൂ, 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ ബാക്കി. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. മറക്കല്ലേ, ഇത് ഇന്ന് തന്നെ എഴുതി അയച്ചു തരണേ. ഓക്കെ, ബൈ.